ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കുട്ടികൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അവരായിരിക്കും ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക, ടീച്ചറുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, ക്ലാരിറ്റി വരുത്തുന്നുണ്ടാവുക. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവർക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ മറ്റു കുട്ടികൾ അത്രയൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ സംശയങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷേ മനസ്സിലായതുപോലെ ഇരിക്കുന്ന വലിയൊരു ശതമാനം കുട്ടികളുണ്ടാവും. കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായതുപോലെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. ഇത് സംഭവിക്കുന്നത് ക്ലാസ്സിൽ അവർക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ടീച്ചർ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതികളും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിലും അവർക്ക് കൂടുതൽ എക്സ്ട്രാ അറ്റൻഷൻ വേണ്ടതുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടും കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാം. അപ്പോൾ ഇവർ വീട്ടിലെത്തിയിട്ട് വീണ്ടും ഹോംവർക്കുകൾ ചെയ്യാനും വീട്ടിലെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും സംശയങ്ങളായിരിക്കും. അപ്പോൾ അവർ ഒന്നുകൂടെ പിന്നിലേക്കാവാനുള്ള സാധ്യതയുണ്ട്.